ട്രയോൺസ 2K26 എന്ന് പറയുന്നത് നാഷണൽ ലെവൽ എഡ്യൂക്കേഷണൽ ഫെസ്റ്റ് ആണ്. മൂലമറ്റത്തുള്ള സെന്റ് ജോസഫ് കോളേജ് ഓട്ടോണോമസ്, സെന്റ് ജോസഫ് അക്കാഡമി ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചും സംയുക്തമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ദേശീയ വിദ്യാഭ്യാസ പ്രദർശനമേള സംഘടിപ്പിക്കുന്നത്. അതായത് ബൈക്ക് തിരിക്കുന്ന പോലെ തിരിച്ചു ചെയ്യുമ്പോഴത്തേനും നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ ഫ്രണ്ടിന്റെ ഫോട്ടോ ഇവിടെ ഒട്ടിച്ചിട്ട് ഫ്രണ്ടിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അപ്പൊ ആ കിട്ടുന്ന ആൾക്ക് അത് വേറെ പോസ്റ്റേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ വേറെ എങ്ങോട്ടെങ്കിലും അയക്കണമെങ്കിൽ, അതായത് ഈ സ്റ്റാമ്പില്ലേ, ഈ സ്റ്റാമ്പ് പോസ്റ്റേജിന് വേണ്ടി അയക്കുന്നില്ലേ, അതുപോലെ തന്നെ മൈ സ്റ്റാമ്പ് ഉപയോഗിക്കാം. ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ളതുണ്ട്. റിഫ്രാക്റ്റഡ് ടൈപ്പ് ഉണ്ട്, റിഫ്ലക്റ്റഡ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇത് റിഫ്ലക്റ്റഡ് ടൈപ്പ് ടെലസ്കോപ്പാണ്. ന്യൂട്ടോണിയൻ ടെലസ്കോപ്പ് എന്ന് പറയും. അപ്പോൾ അതിലൂടെ നമുക്ക് ദൂരെയുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് ദൂരെയുള്ളൊരു പള്ളിയുടെ ഉയരത്തിലുള്ള ഒരു കുരിശാണ്. ജസ്റ്റ് നോക്കാം. ഐ കോൺടാക്റ്റിലൂടെ ട്രെയിനിങ് ചെയ്യിപ്പിക്കും, അതുപോലെ ബോളിലൂടെ ട്രെയിനിങ് ചെയ്യും, ഫീൽഡിലൂടെ ട്രെയിനിങ് ചെയ്യിപ്പിക്കും. പല രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഓരോ ഡോഗിൻ്റെ പെക്യുലാരിറ്റി അനുസരിച്ചാണ്. ചില ഡോഗുകൾ ബോൾ മാത്രം മതി, ബോൾ കൊണ്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ മാഗി ഉണ്ടല്ലോ, മാഗി ബോൾ കൊണ്ട് വർക്ക് ചെയ്യും. ഒപ്പം തന്നെ അവൾ ഹാൻഡലറെ കണ്ടിന്യൂസ് ചെയ്യും. ഇത് നമ്മൾ ബിഗ് ബോസിലൊക്കെ കണ്ടങ്ങനെ റോബോട്ടിക് ഡോഗാണ്. ഞാൻ വിചാരിച്ചു തന്നെയാണ് നമ്മളെ കാണുമ്പോഴത്തേനും ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതെന്ന്. പക്ഷെ നമ്മൾ വെറുതെ കളയുന്ന ചിരട്ട കൊണ്ട് എന്ത് ഭംഗിയായിട്ടാണ് നോക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറക്കുളം സെന്റ് ജോസഫ് അക്കാഡമിയും സെന്റ് ജോസഫ് കോളേജോട് ചേർന്ന് ഒരു നാഷണൽ ലെവൽ എഡ്യൂക്കേഷൻ ഫെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. കുറേയധികം സ്റ്റാളുകളൊക്കെ ആയിട്ട് ഒരു വലിയ പരിപാടി തന്നെയാണ്. നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. പ്രധാനമായിട്ടും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു സ്റ്റാളുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. ആദ്യം നമ്മൾ സെൻറ്റ് ജോസഫ് കോളേജിലേക്കാണ് കയറുന്നത്. സ്റ്റാളുകൾ പ്രധാനമായിട്ടും ഉള്ളത് ഇവിടെ തന്നെയാണ്. തൊട്ടടുത്തുള്ള അക്കാഡമിയിൽ ടെക് എക്സ്പോകളും റോബോട്ടിക്സൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ സ്റ്റുഡൻസിന് 30 രൂപ രജിസ്ട്രേഷൻ ഫീസും പബ്ലിക്കിന് 50 രൂപ ഫീസാണുള്ളത്. എന്താണ് ഈ എക്സ്പോ? ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ സാറിനോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം. ട്രയോൺസ 2K26 എന്ന് പറയുന്നത് നാഷണൽ ലെവൽ എഡ്യൂക്കേഷണൽ ഫെസ്റ്റ് ആണ്. മൂലമറ്റത്തുള്ള സെന്റ് ജോസഫ് കോളേജ് ഓട്ടോണോമസ്, സെന്റ് ജോസഫ് അക്കാഡമി ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചും സംയുക്തമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ദേശീയ വിദ്യാഭ്യാസ പ്രദർശനമേള സംഘടിപ്പിക്കുന്നത്. ഇതിൽ 3 കാര്യങ്ങളുടെ സമന്വയമാണ്. ഒന്ന്, ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് അക്കാഡമിക്സ്, ആർട്ട് ആൻഡ് കൾച്ചർ. കലയുടെയും സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും സമന്വയവും അതുപോലെ തന്നെ അതിൻ്റെ സംഗമവും അതിൻ്റെ സാധ്യതകളെയും പരിചയപ്പെടുത്തലാണ്. പ്രധാനമായിട്ടും അതിന് 4 ഐറ്റങ്ങളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ എക്സ്പോയാണ്. എക്സ്പ്ലോർ എക്സ്പോ എന്ന പേരിൽ സെന്റ് ജോസഫ് ഓട്ടോണോമസ് കോളേജിലാണ് നടക്കുന്നത്. റോഷി അഗസ്റ്റിൻ രാവിലെ 9 മണിക്ക് ഉദ്ഘാടനം ചെയ്തതിൽ 75-ൽ പരം എഡ്യൂക്കേഷണൽ സ്റ്റാളുകളാണ് അതിലുള്ളത്. ISRO ഉണ്ട്, അതുപോലെ തന്നെ പ്ലാനറ്റോറിയത്തിൻ്റെ ഇതുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് അനാറ്റമിയുടെ എക്സിബിഷൻ ഉണ്ട്. അതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവതരിപ്പിക്കുന്ന എക്സിബിഷനുകളുണ്ട്. പ്രധാനമായി കെമി മാജിക്, അതുപോലെ വിർച്വൽ റിയാലിറ്റി, അതുപോലെ റോബോട്ടിക്സ്, അങ്ങനെ വ്യത്യസ്ത സ്റ്റാളുകളാണ്. അതുപോലെ വ്യത്യസ്തമായ ഫുഡ് സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ 75 സ്റ്റാളുകളുമായിട്ട് 3000-ൽ പരം കുട്ടികളാണ് ഈ 2 ദിവസങ്ങളായിട്ട് 17-ലുള്ള ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നത്. ഇത് രണ്ടാമത്തെ ഐറ്റമായിട്ട് 2.5 ലക്ഷം രൂപയിൽ പരം ക്യാഷ് പ്രൈസ് നൽകിക്കൊണ്ട് കുട്ടികൾക്കായിട്ട് മത്സരങ്ങൾ നടത്തുകയാണ്. അത് സ്കൂൾ കോളേജ് കുട്ടികൾക്കായിട്ടാണ് ആ മത്സരങ്ങൾ നടത്തുന്നത്. മൂന്നാമത്തെ ഐറ്റം ഇതിനോടനുബന്ധിച്ച് നടന്ന ഫ്ലാഷ് മോബ്, മാരത്തൺ, അതുപോലെ തന്നെ വടംവലി മത്സരം മുതലായവയാണ്. അതുപോലെ ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക വിദ്യാഭ്യാസ കല അടിസ്ഥാനമാക്കിയുള്ള ഒരു സാംസ്കാരിക സമ്മേളനമുണ്ട്. അത് 17-ാം തീയതിയാണ് നടക്കുന്നത്. പിന്നീടുള്ളത് എന്ന് പറയുന്നത് കൾച്ചറൽ നൈറ്റ് ആണ്. 16-ാം തീയതി വൈകിട്ട് 4.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കലാകാരന്മാരായ കുട്ടികൾ, 2 കോളേജിലെയും കലാകാരന്മാരായ കുട്ടികൾ അവതരിപ്പിക്കുന്ന സാംസ്കാരിക സന്ധ്യയാണ്. ഇനി ഇത് സമാപിക്കുന്നത് 17-ാം തീയതി വൈകിട്ട് 6:30-ക്ക് കേരളത്തിലെ ഏറ്റവും യുവഗായകൻ ശ്രദ്ധേയനായ വിധു പ്രതാപും അദ്ദേഹത്തിന്റെ ടീമും അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ ബാൻഡാണ് ഇറ്റ്സ് വിധു പ്രതാപ് എന്നറിയപ്പെടുന്ന മ്യൂസിക്കൽ ബാൻഡോടുകൂടിയാണ്. അങ്ങനെ വ്യത്യസ്തമായ പരിപാടികളാണ്. ഏകദേശം 25 ലക്ഷം രൂപയുടെ വിശാലമായ ക്യാൻവാസിൽ ഏകദേശം 5000-ത്തോളം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്നതാണ് ട്രയോൺസ 2K26 എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷണൽ ഫെസ്റ്റ്. ധാരാളം സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് എക്സ്പോ കാണാനായിട്ട്. നമുക്ക് ഇവിടുത്തെ ഓരോ സ്റ്റാളുകളായിട്ട് കണ്ടുവരാം. ഇത് ആർമിയിൽ യൂസ് ചെയ്യുന്ന ടെന്റിന്റെ ഫോർമാറ്റാണ്. ഇതിനകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് SLR റൈഫിലാണ്. ഇത് ഡ്രിൽ പർപ്പസിനും DSTക്കും ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാനും വേണ്ടി മാത്രം കോളേജിൽ എടുത്തു വെച്ചിരിക്കുന്നതാണ്. എല്ലാ കോളേജിലും ഇൻഡിവിജ്വൽസ് ആയിട്ട് റൈഫിൾസ് ഉണ്ടാവും. ഇതാണ് ലിക്വിഡ് പ്രിസ്മാറ്റിക് കോമ്പസ്. ഈ കോമ്പസ് വെച്ചിട്ടാണ് സോൾജേഴ്സ്
നോർത്ത് കണ്ടുപിടിക്കുന്നത്, ട്രൂ നോർത്ത് നമ്മുടെ ഓൺ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. ഇതിനെ കൺവെൻഷണൽ സയൻസ് എന്ന് പറയും. കൺവെൻഷണൽ സയൻസ് മീൻസ് മാപ്പിലെല്ലാം വലുതായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. ഈ സയൻസ് ഉപയോഗിച്ചിട്ടാണ് എന്തൊക്കെയാണ് ആ മാപ്പിൽ അടങ്ങിയിരിക്കുന്നത്. സിമ്പിൾസ് ആണ് ഇതെല്ലാം. കോമ്പാറ്റ് യൂണിഫോം, ഇത് നോർമലി സോൾജേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. NCCയിലേക്ക് വരുമ്പം 2 ടൈപ്പ് ക്യാമ്പ്സ് ഉണ്ട്. NCCക്ക് RDC, TSC. ഡൽഹി ക്യാമ്പ് വരെ പോയവർക്കാണ് കേഡറ്റ്സിൽ ഈ യൂണിഫോം കൊടുക്കുന്നത്. ഇത് ആർമി, ഈ യൂണിഫോമിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ക്യാപ്പാണ് ഇരിക്കുന്നത്. ഇത് ആർമി ആളുകൾ യൂസ് ചെയ്യുന്ന വാട്ടർ ബോട്ടിൽ. SLR ആണ് 5.56 അല്ലേ? അതെ, 5.56 mm റൈഫിലാണ്. ഇന്ത്യൻ ആർമി ഒരു കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അഡ്വാൻസ്ഡ് വെപ്പൺസ് വന്നപ്പോഴാണ് അവർ ഇതിനെ ഇതാക്കിയത്. ഒരു നിയർ 8 kg വെയിറ്റ് ഉണ്ട്. നിയർ 8 kg വെയിറ്റ് തന്നെയുണ്ട്. നിയർ ഈ കാണുന്ന കുറേ ടെറേറിയംസിൻ്റെ സ്റ്റാളാണ്. ചെറിയൊരു എക്കോസിസ്റ്റമാണ്. ഒറിജിനൽ പ്ലാന്റ്സ് വെച്ചിട്ട് വാട്ടർ സ്പ്രേ ചെയ്തിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ചെറിയ ലൈറ്റൊക്കെ കൊണ്ട് അലങ്കരിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റിയുടെ ഒരു സ്റ്റാളിലേക്ക് ആഹാര പദാർത്ഥങ്ങളിൽ കൃത്രിമ കളറ് ചേർക്കുന്നതിനെ കുറിച്ചാണ് ഇന്നിവിടെ ഡെമോ നടത്തുന്നത്. തേയിലപ്പൊടിയിൽ ഇത് കളർ ചേർത്ത തേയിലപ്പൊടിയാണ് ഇത് കൊടുത്തേക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ കളറ് ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള തേയിലപ്പൊടിയാണ് ഇത്. ആ, ഇത് നമ്മൾ വെള്ളത്തിൽ പെട്ടെന്ന് അങ്ങനെ കളറാകുകയില്ല. ഇത് ചേർക്കുന്ന ഉടൻ തന്നെ കളറാകും. ഈ കറുവാപ്പട്ട എന്ന് പറഞ്ഞാൽ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന സാധനമാണിത്. ഇത് ഒറിജിനലായിട്ടുള്ളതാണ് ഈ സാധനം. ഇതിന് തീരെ നേരത്തെ കട്ടി കുറവ്, നല്ല വീര്യമുള്ളതാണ്. ഇത് ഒറിജിനലല്ല, ഇതാണ് ഒറിജിനല്. ഇപ്പൊ നമ്മുടെ കടകളിൽ ലഭ്യമായിട്ടുള്ള ഈ സാധനമാണ്. ഇതിന് ഭയങ്കര വില കൂടില്ല. സാധാരണ കിട്ടുന്ന ഈ സാധനങ്ങളാണ്. ഇതാകെ കളർ ഇതല്ലല്ലോ. ഇതിന് പച്ച കളർ, ഈ മാലക്കേറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറ് കൊടുക്കുന്ന ഇതിനകത്ത്. തൊട്ടടുത്ത് നമ്മൾ എത്തിയത് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോസിൻ്റെ എക്സിബിഷനിലേക്കാണ്. പലതരത്തിലുള്ള ഏകദേശം 3ഓളം ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോസാണ് ഇവിടെ എക്സിബിഷന് വെച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഫോട്ടോസൊക്കെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിലും വൃത്തിയിലും തന്നെയാണ് ഈ ഫോട്ടോസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് പഴയകാല ഉപകരണങ്ങളും പണിയായുധങ്ങളൊക്കെ ഉള്ളൊരു പുരാവസ്തു വകുപ്പിൻ്റെ എക്സിബിഷനിലേക്കാണ്. നമ്മുടെ ജനറേഷൻ കാണാത്ത ഒത്തിരിയധികം പണിയായുധങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്റ്റാൾ തന്നെയാണ്. അടുത്തായിട്ട് നമ്മൾ പോയത് ഈ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാളിലേക്കാണ്. ഈ ഒരു സാധനത്തിൻ്റെ പേര് പറഞ്ഞത് ഞാൻ മറന്നുപോയി. ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയറിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഈ ചെയറിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ സൈക്കിളിൻ്റെ വീല് കറക്കി വിട്ടിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ചരിക്കുമ്പം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇത് നമ്മുടെ ചെയർ കിടന്ന് കറങ്ങും. അതായത് ബൈക്ക് തിരിക്കുന്ന പോലെ തിരിച്ചു ചെയ്യുമ്പോഴത്തേനും നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ആദ്യമേ നോക്കിയപ്പോൾ അത് ശരിയായിട്ടില്ലായിരുന്നു. പിന്നെ അത് നല്ല സ്പീഡിൽ കറക്കിയിട്ട് ഈ ആക്ഷൻ കൊടുത്തപ്പോഴാണ് അത് കറക്റ്റായത്. ഇത് കണ്ട് ഇപ്പം എനിക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇത് മാത്രമല്ല വേറെയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല. അടുത്തായിട്ട് എത്തിയിരിക്കുന്നത് തപാൽ വകുപ്പിൻ്റെ ഒരു സ്റ്റാളിലേക്കാണ്. അവരുടെ സ്കീം നമ്മളിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്തെങ്കിലും ഒക്കേഷൻ ഇല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി പോലെയുള്ള പരിപാടിക്ക് വരുമ്പോൾ നമുക്ക് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈ സ്റ്റാമ്പ് എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അപ്പോൾ അതിനകത്ത് ഹാപ്പി ആനിവേഴ്സറി എഴുതിക്കുന്നുണ്ടോ. അപ്പോൾ കപ്പിളിൻ്റെ ഫോട്ടോ ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യും. എന്നിട്ട് ഈ 5 രൂപ ഒരെണ്ണത്തിന് ഇതിൻ്റെ സ്റ്റാമ്പിൻ്റെ പോസ്റ്റേജ് വരുന്നത്. ഗിഫ്റ്റായിട്ട് അത് കൊടുക്കാം. ഒരു ഷീറ്റിന് 300 രൂപ വരുന്നത്. ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഷീറ്റ് കിട്ടും. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ഫോട്ടോ ഇവിടെ ഒട്ടിച്ചിട്ട് ഫ്രണ്ടിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ആ കിട്ടുന്ന ആൾക്ക് അത് വേറെ പോസ്റ്റേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ വേറെ എങ്ങോട്ടെങ്കിലും അയക്കണമെങ്കിൽ, അതായത് ഈ സ്റ്റാമ്പില്ലേ, ഈ സ്റ്റാമ്പ് പോസ്റ്റേജിന് വേണ്ടി അയക്കുന്നില്ലേ, അതുപോലെ തന്നെ മൈ സ്റ്റാമ്പ് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് അനാട്ടമി എക്സിബിഷനിലാണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. നമ്മുടെ സ്കലിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു വിസറൽ ഓർഗനാണ്. പിന്നെ ഇത് സ്പൈനൽ കോഡ്, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ബ്രെയിനിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്ന ഒരു ഇതാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഹാർട്ട്, നമ്മുടെ ബോഡിയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുന്ന ഒരു ഓർഗൻ. ലങ്സ് ആണ്. ഇത് ഒരു പിങ്കിഷ് കളറല്ലേ, അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇത് അത്ര പൊല്യൂട്ടഡ് അല്ലാത്തതുകൊണ്ടാണ് ആ പിങ്കിഷ് ഏരിയ. പക്ഷേ ഈ ഭാഗം കണ്ടോ കളറേഷനിൽ വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ അത് സ്മോക്ക്ഡ് ആയിട്ടുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ ആൾക്കാർ വന്നതിൻ്റെ ഒരു ആഫ്റ്റർ രണ്ടാളുടെ ആയിരിക്കാം. ഞങ്ങൾ എടുക്കുമ്പോൾ പല ബോഡിയിൽ നിന്ന് എടുക്കുക. അങ്ങനെ ചിലപ്പോൾ പെയറായിരിക്കും, ചിലപ്പോൾ രണ്ടാളുടെ ആയിരിക്കും. ഇത് പക്ഷെ ഒരാളുടെ. ഇതിൻ്റെ അകത്ത് ഒരു സിസ്റ്റം ഇത് തന്നെ ഉണ്ട്.
ലങ്, 2 ലങ്, അതിൻ്റെ ഇടയിൽ ഹാർട്ട്. ഇതാണ് ഇത് ട്രക്കിയ എന്ന് പറയുന്ന സാധനമാണ്. ഇതിൻ്റെ ഉള്ളിലായിരിക്കും മറ്റേ ആർച്ച് ഓഫ് അയോട്ടയൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. ഇത് നമ്മുടെ ഈസോഫാഗസ് തൊട്ട് തുടങ്ങി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതിലെ കൂടെ ഇറങ്ങി ആമാശയത്തിലെത്തും, സ്tomachലെത്തിയിട്ട് എന്നിട്ട് അവിടെ ഇതിങ്ങനെ ഇളകി ഒരു പരുവത്തിലിങ്ങനെ ഇളകി ഒരു കൈമെന്ന് പറഞ്ഞ ഫോമിൽ ആകും. എന്നിട്ട് അവിടെ നിന്ന് ഈ ഡുവോഡനൽ പാർട്ട്, അതൊരു സ്മോൾ ഇൻഡസ്ട്രീൻ്റെ പാർട്ടാണ്. എന്നിട്ട് അതുവഴി ഇങ്ങനെ കയറി സ്മോൾ ഇൻഡസ്ട്രീൻ വഴി ഇറങ്ങി അങ്ങനെയാണ് ഇവിടെയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത് ഫുഡിൻ്റെ. പിന്നെ ഈ ഡൈജഷന് സഹായിക്കുന്ന കുറച്ച് സാധനമാണ് ഇത്. പാൻക്രിയാസ് കുറച്ച് എൻസൈംസിന് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് ലാർജ് ഇൻഡസ്ട്രീൻ വഴി റെക്ടം വഴി അവസാനിക്കുക. അബ്സോർബ് ചെയ്ത ന്യൂട്രീഷനൊക്കെ ആയിട്ട് ഈ ലങ്സ്, ഈ ലിവറിലോട്ട് ഇത് വരും. ദെൻ അവിടെ വെച്ചിട്ട് മെറ്റബോളിസം ഒക്കെ നടക്കും. ഡീടോക്സിഫിക്കേഷൻ, മെറ്റബോളിസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയ ഇവിടെ. സ്റ്റൊമക്കാണ്. ഈ സ്റ്റൊമക്കിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത് വെച്ച ഭാഗം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു മോഡലിലാണ് കാണുന്നത്. ഇതിൻ്റെ പേര് റൂഗെ എന്ന് പറയുക. ഇത് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഇത് സ്ട്രെച്ച് ആവും. എന്നിട്ട് സ്ട്രെച്ച് ആയിട്ടൊരു വലിയ ഒരു ഇതായിട്ട് മാറും. അങ്ങനെയാണ് ഇത് സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ സാധനം കാണത്തില്ല. അങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് HCl ഇല്ലേ, നമ്മുടെ ആവശ്യം ഒരു HCl വേണം. അത് ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ദഹിപ്പിക്കാൻ വേണ്ടി, ഡൈജഷന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഇതിലേക്ക് വരുന്ന ആ കൈമെന്ന് പറഞ്ഞ ഫോമിൽ ഇതിലേക്ക് വരും. ദെൻ ഇവിടെ അബ്സോർപ്ഷൻ ഒക്കെ നടക്കും. പിന്നെ ഇത് കിഡ്നി, നമ്മുടെ പോസ്റ്റീരിയർ അബ്ഡോമിനൽ, നമ്മുടെ പുറത്ത്, നമ്മുടെ ഇടുപ്പിൻ്റെ പുറം ഭാഗത്താണ് കാണുന്നത്. ഇത് നമ്മുടെ യൂറിൻ ഫോർമേഷൻ, നമ്മുടെ ബ്ലഡ് മൊത്തം ഫിൽട്ടർ ചെയ്യുന്ന ഒരു ഓർഗനാണ്. വേറെ പല ഫങ്ഷൻസ് ഉണ്ട് ഇതിന്. ഹോമിയോസ്റ്റാസിസ് എന്നൊക്കെ പറഞ്ഞ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിന്. പിന്നെ ഇത് നമ്മുടെ പ്ലാസൻ്റെയാണ്. അമ്മയുടെ ഗർഭസ്ഥ സമയത്ത് കുട്ടിയുടെ കൂടെ ഇത് പോരും. ഡെലിവറിയുടെ സമയത്ത് ഇതിങ്ങനെ പോരും. ഇത് അംബിലിക്കൽ കോഡാണ്. അതിൻ്റെ കൂടെ കുട്ടിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 10 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്യും ആ സമയത്ത്. ഇനി ഇത് പിനൈൽ പാർട്ട്, നമ്മുടെ മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കുമ്പോൾ ഈ കമ്പി കയറ്റി വെച്ചേക്കുന്നില്ലേ, കമ്പി കയറ്റി വരുന്നത് അതിലെ കൂടെയാണ് യൂറിൻ പാസേജ്. മേളിൽ മസിൽസാണ്, അതിലേക്കൂടെ ബ്ലഡ് ഫില്ലാകും. ഏത് സമയത്ത് ഇറക്റ്റൈൽ സമയത്ത് ബ്ലഡ് ഇതിലേക്ക് ഫില്ലാകും. ഉള്ളിൽ ബോൺസ് ഒന്നുമില്ല, ഫുൾ മസിൽസാണ്. അങ്ങനെ തൊട്ട് മേളത്തെ ഫ്ലോറിലായിട്ട് ടെലസ്കോപ്പിൻ്റെ സ്റ്റാളും അതിനോടനുബന്ധിച്ച് ഈ ടെലസ്കോപ്പിലൂടെ നമുക്ക് വിഷ്വൽസ് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റിനെ നമുക്ക് അടുത്ത് കാണാനായിട്ടുള്ള ഒരു ഉപകരണം. ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ളതുണ്ട്. റിഫ്രാക്റ്റഡ് ടൈപ്പ് ഉണ്ട്, റിഫ്ലക്റ്റഡ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇത് റിഫ്ലക്റ്റഡ് ടൈപ്പ് ടെലസ്കോപ്പാണ്. ന്യൂട്ടോണിയൻ ടെലസ്കോപ്പ് എന്ന് പറയും. അപ്പോൾ അതിലൂടെ നമുക്ക് ദൂരെയുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് ദൂരെയുള്ളൊരു പള്ളിയുടെ ഉയരത്തിലുള്ള ഒരു കുരിശാണ്. ജസ്റ്റ് നോക്കാം. ഇത് നമ്മുടെ റിഫ്ലക്റ്റർ ടെലസ്കോപ്പാണ്. ഇത് നമ്മൾ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ കാണാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മൾ ആസ്ട്രോ കേരള കോട്ടയം ചാപ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത് തന്നെ നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതായത് നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതിനേക്കാൾ പകുതിയിലും താഴെയായിട്ട് മുതൽ മുടക്കിൽ നമ്മൾ സെയിം ക്വാളിറ്റിയിൽ സെയിം ലെൻസും IPS ഒക്കെ ഉപയോഗിച്ച് തന്നെ നിർമ്മിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതായത് ഈ IPSൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ആ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്താൽ ഇതേപോലെ, ഇതിപ്പോൾ ഈ മൊബൈലിലെടുത്ത പിക്ചറാണ്. ഇതേപോലെ നമുക്ക് ചന്ദ്രനല്ല എല്ലാ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റും, വീഡിയോസ് എടുക്കാൻ പറ്റും. ഡീറ്റെയിൽ ക്യാമറ ആണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോസും പിക്ചറും എടുക്കാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നെബൂല, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നെബൂലയുടെയൊക്കെ വീഡിയോസ് ഇതിലൂടെ ഡീറ്റെയിൽ ക്യാമറ അല്ലെങ്കിൽ അതേപോലെയുള്ള ക്യാമറകൾ ഉപയോഗിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് അത് സ്റ്റാക്ക് ചെയ്തിട്ട്, അതായത് 1 മിനിറ്റോ 2 മിനിറ്റോ ഉള്ള വീഡിയോസ് ഒരു 1000കണക്കിന് ഫ്രെയിംസ് ഉണ്ടാവും. അത് കംപ്രസ് ചെയ്ത് സ്റ്റാക്ക് ചെയ്ത് സിംഗിൾ ഫ്രെയിമായിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ കാണുന്ന ഗാലക്സികളുടെയൊക്കെ പിക്ചർ നെറ്റിലൊക്കെ കാണുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നത്. പലതരത്തിലുള്ള ടെലിസ്കോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അത് നമ്മളെല്ലാം തന്നെ മാറി മാറി നോക്കിയായിരുന്നു. നല്ല രസമായിട്ടുണ്ടായിരുന്നു.
ഈ മൂൺ ഫേസസ് എന്ന് പറയുന്ന ആ പ്രതിഭാസം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ സൂര്യൻ ഇവിടെയും ഭൂമി ഇവിടെയും ചന്ദ്രൻ ഇവിടെയും വരുന്ന സമയത്ത് സൂര്യൻ്റെ പ്രകാശം ചന്ദ്രൻ്റെ മറുവശത്ത് അടിക്കുന്നതിനാൽ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റത്തില്ല. ആ സമയത്ത് അതിന് കറുത്തവാവെന്നാണ് പറയുന്നത്, ന്യൂ മൂൺ എന്ന് പറയും. അതിനുശേഷം ഭൂമി 27 ദിവസം കൊണ്ടാണ്, ചന്ദ്രൻ 27 ദിവസം കൊണ്ടാണ് ഭൂമിയെ ചുറ്റുന്നത്. ആ കാലയളവിൽ ചന്ദ്രൻ 45 ഡിഗ്രി മൂവ് ചെയ്യുമ്പോൾ സൂര്യൻ്റെ പ്രകാശം ഇത്രയും ഭാഗത്ത് പതിക്കും. അപ്പോൾ ആ സൂര്യൻ്റെ പ്രകാശം പതിക്കുന്ന ഭാഗം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തുടർന്ന് ചന്ദ്രൻ മൂവ് ചെയ്യുന്നതനുസരിച്ച് പ്രകാശിക്കുന്ന ഭാഗം കൂടി വരും. അങ്ങനെ ഏതാണ്ട് 180 ഡിഗ്രി ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വരികയും അത് പൂർണ്ണയന്ത്രനായിട്ട് കാണാൻ. നമുക്ക് പൂർണ്ണയന്ത്രൻ എപ്പോഴും കിഴക്കാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ കാരണം അത് തന്നെയാണ്. വീണ്ടും അവിടെ നിന്ന് തിരിച്ച് വീണ്ടും പഴയ പോലെ പ്രകാശം കുറഞ്ഞ് കറുത്തവാവിലേക്ക് എത്തും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിന് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ആ ചന്ദ്രൻ്റെ ഈ പറഞ്ഞ പ്രകാശമുള്ള ഭാഗം മാത്രം നോക്കിയാൽ ആ ഞാൻ പറഞ്ഞ ആ ഫേസ് മാറി വരുന്നത് എന്തുകൊണ്ടാണെന്ന് കാണാൻ പറ്റും. ആ ചന്ദ്രനെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ക്രാന്തിപഥം എന്ന് പറയും. ആ സൂര്യൻ പോകുന്ന പാതയിലുള്ള 12 രാശികളെയാണ്, അല്ലെ നക്ഷത്ര ഗണങ്ങളെയാണ് സൗരരാശികൾ എന്ന് പറഞ്ഞത്. ആ സൗരരാശികളുടെ പേരിലാണ് നമ്മുടെ മലയാള മാസം അറിയപ്പെടുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് VR-ന്റെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനു മുമ്പ് 1-2 തവണ ഞാൻ VR ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ആദ്യമേ അശ്വിനാണ് ട്രൈ ചെയ്യുന്നത്. ഇതിൽ റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്. അത് കൊള്ളായിരുന്നു. അത് ഇച്ചിരി തലയ്ക്കെന്തോ പോലെ തോന്നുന്നൊരു ടൈപ്പ് ഗെയിമാണ്. അതിലിങ്ങനെ മേളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്തോ ഒരു ഫീലൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നേരെ പോയത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു പ്ലാനറ്റോറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ്. ഇത് എയർ ഉപയോഗിച്ചാണ് തോന്നുന്നു ഇങ്ങനെ പൊക്കി നിർത്തിയിരിക്കുന്നത്. ഇതിൽ പ്രത്യേക രീതിയിൽ വീഡിയോസാണ് പ്ലേ ചെയ്യുന്നത്. പ്ലാനറ്റ്സിൻ്റെയും ജുറാസിക് പാർക്കിൻ്റെയൊക്കെ വീഡിയോസ്. എന്തായാലും കൊള്ളായിരുന്നൊരു പുതിയ അനുഭവമാണ്. ഇതുവരെ കണ്ടത് 16-ാം തീയതിയിലത്തെ വീഡിയോസാണ്. ഇത് 17-ാം തീയതി ഒരു ഡോഗ് ഷോ ഉണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടായിരുന്ന ഷോയുടെ പ്രധാന ഭാഗങ്ങൾ മാത്രമേ ഈ വീഡിയോക്കകത്തുള്ളൂ. എൻ്റെ പേര് ജെറി എന്നാണ്. ഞാൻ സ്കോട്ടിൽ ഹാൻഡലായിട്ട് വർക്ക് ചെയ്യും. ഡോഗിന് 9 മാസമാണ് ട്രെയിനിങ്. അതായത് 3 മാസം പ്രായമായ അല്ലെങ്കിൽ 3.5 മാസം പ്രായമായ പപ്പിയാണ് നമ്മൾ ആദ്യം ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്നത്. വിത്ത് 2 ഹാൻഡ്ലേഴ്സ്. 2 ഹാൻഡ്ലേഴ്സിൻ്റെ കൂടെ ട്രെയിനിങ്ങിന് പോകുന്നു. അവിടെ ചെല്ലുന്നത് 9 മാസം. ആദ്യത്തെ 3 മാസം ബേസിക് ഒബീഡിയൻസ് ട്രെയിനിങ്ങും പിന്നീടുള്ള 6 മാസം ട്രേഡ് വർക്കും. ആ ട്രേഡ് വർക്കിൽ ബേസിക് ഒബീഡിയൻസ് നമ്മൾ മെയിനായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യം, ഹീൽ വർക്ക് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ബേസിക് ആയിട്ട് ഡോഗ് നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട കുറച്ച് ആവശ്യമുണ്ട്. അതിനെ പഠിപ്പിക്കുന്നു. അതിനുശേഷം ട്രേഡ് വർക്കിലേക്ക് ഇടുന്നു. ഏത് ട്രേഡാണോ പഠിപ്പിക്കേണ്ടത് അത് 6 മാസത്തോളം പഠിപ്പിക്കുന്നു. അതിനുശേഷം അതായത് സ്കോഡുകളിലേക്ക് തിരിച്ചു വരുന്നു. ഇതാണ് മെയിനായിട്ട് എൻ്റെ ട്രെയിനിങ് മെത്തേഡ്. പിന്നീട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഡോഗിന് എപ്പോഴും 2 ഹാൻഡ്ലേഴ്സ് ഉണ്ടാവുക. 24 മണിക്കൂറും ഹാൻഡ്ലേഴ്സ് ഒരാൾ എപ്പോഴും ഡോഗിലൂടെ യൂണിറ്റിലുണ്ടാവും. കാരണം ഡോഗിൻ്റെ ആവശ്യം രാവിലെ 8:30 നമ്മൾ രാവിലെ 6:15 നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ പ്രാക്ടീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 8:30 ഫീഡിങ്. അതിനുശേഷം തിരിച്ച് കെന്നലിൽ കയറ്റുന്നു. 11 മണിക്ക് ഇറക്കുന്നു, പുറത്തിറക്കുന്നു, വീണ്ടും കയറ്റിയിടുന്നു. വൈകുന്നേരം 4 മണിക്ക് പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞാൽ 5:30 വരെ പ്രാക്ടീസ് ഉണ്ടാവും. അതിനുശേഷം 5:30 ഫീഡിങ് ശേഷം കൂട്ടി കയറ്റിയിടും. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യും. കാരണം ഡോഗിൻ്റെ കാര്യം നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള. അത് ട്രെയിനിങ് മെത്തേഡിൻ്റെ ഒരു ഭാഗമാണ്. അതിപ്പോൾ എല്ലാം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഐ കോൺടാക്റ്റിലൂടെ ട്രെയിനിങ് ചെയ്യിപ്പിക്കും, അതുപോലെ ബോളിലൂടെ ട്രെയിനിങ് ചെയ്യും, ഫീഡിലൂടെ ട്രെയിനിങ് ചെയ്യിപ്പിക്കും. പല രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഓരോ ഡോഗിൻ്റെ പെക്യുലാരിറ്റി അനുസരിച്ചാണ്. ചില ഡോഗുകൾ ബോൾ മാത്രം മതി, ബോൾ കൊണ്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ മാഗി ഉണ്ടല്ലോ, മാഗി ബോൾ കൊണ്ട് വർക്ക് ചെയ്യും. ഒപ്പം തന്നെ അവൾ ഹാൻഡലറെ കണ്ടിന്യൂസ് ചെയ്യും. വേറെ ആരും നോക്കില്ല. അതാ ഡോഗിൻ്റെ ഒരു പെക്യുലാരിറ്റിയാണ്. അങ്ങനെ ഡോഗിനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. എല്ലാ ഡോഗ് അതുപോലെ ആണെന്നില്ല. ട്രെയിനിങ് മെത്തേഡ് വേറെയാണ്. ഇതാട്ടോ ഇപ്പം പറഞ്ഞ മാഗി എന്ന് പറഞ്ഞ ഡോഗ്. ഇവിടെ ആ ട്രെയിനറുടെ കമാൻഡിനനുസരിച്ച് അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിനനുസരിച്ച് കൃത്യമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ആളെന്തൊക്കെ കാണിക്കുന്നോ അതെല്ലാം പട്ടി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വന്നത് 4 ഡോഗാണ്. ബെൽജിയം ഇനത്തിൽപ്പെട്ട മാഗി എന്ന ഡോഗ്, എക്സ്പ്ലോസീവ് സ്നിഫർ. അതുപോലെ തന്നെ ബീഗിൾ ഇനത്തിൽപ്പെട്ട ഡോളി എന്ന ഡോഗ്, എക്സ്പ്ലോസീവ് സ്നിഫർ. നാർക്കോട്ടിക് സ്നിഫർ വിഭാഗത്തിൽപ്പെട്ട ലൈക്ക, അത് ലാബാണ്. പിന്നെ SAR, സെർച്ച് ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽപ്പെട്ട ലാബർ റിട്രീവർ ഡോഗ്. 4 ഡോഗ്. ഇതാണ് ഡോളി എന്ന് പറഞ്ഞ ഡോഗ്. ഇത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മണം പിടിക്കാനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഡോഗാണിത്. ആളുടെ ഷൂവിൻ്റെ ഇടയിൽ അതുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് അത് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് അടുത്ത ആള്. അതും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ട്രെയിനിങ് ലഭിച്ച ഡോഗാണ്.
ആ ഈ ഡോഗ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പയ്യൻ്റെ ചെരുപ്പിനകത്താണ്. ഈ ഡോഗുകളെല്ലാം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഇതിൻ്റെയും സ്മെല്ല് കറക്റ്റായിട്ട് കണ്ടുപിടിക്കത്തില്ല. ഇതിന് ട്രെയിനിങ് ലഭിച്ച കുറച്ച് സ്മെല്ലുകളുണ്ട്. അപ്പോൾ അത് മാത്രമായിട്ട് ഇത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇതിപ്പോൾ മാഗി ട്രെയിനറുടെ കൈയുടെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഓരോ ആക്ഷൻ കാണിക്കുമ്പോൾ അതിനനുസരിച്ച് സഡൻ ആയിട്ടാണ് മാഗിയുടെ മൂവ്മെൻറ്റ്. ഡോളിക്ക് അതുവരെ ചാടാൻ പറ്റിയുള്ളൂ. ഈ ഷോയിലെ പ്രധാന അട്രാക്ഷൻ മാഗി തന്നെയായിരുന്നു. ഇതവിടെ കാണാവുന്നൊരു ചേച്ചിനെ കൊണ്ട് പട്ടിക്ക് തീറ്റ പിടിപ്പിച്ചതാണ്. മാഗിയാണ് മൈൻഡ് പോലും ചെയ്തിട്ടില്ല. ഡോളിയാണെങ്കിൽ അതിൽ നിന്ന് പറഞ്ഞെടുത്ത് കഴിച്ചു. ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരു നല്ല ഷോ തന്നെയാണ് അവർ നടത്തിയത്. നമ്മളിവിടെ നേരെ പോയത് അക്കാഡമിയിലേക്കാണ്. അക്കാഡമിയിലൊരു ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രസമുണ്ട്. ഇവിടെ മെയിനായിട്ട് ഹോവർ ബോർഡും പിന്നെ ഈ റോബോട്ടിക്സ് ഒക്കെയാണ് മെയിനായിട്ടുള്ളത്. കുറച്ച് ഫുഡ് സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ബിഗ് ബോസിലൊക്കെ കണ്ടങ്ങനെ ആ റോബോട്ടിക് ഡോഗാണ്. ഞാൻ വിചാരിച്ചു തന്നെയാണ് നമ്മളെ കാണുമ്പോഴത്തേനും ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതെന്ന്. പക്ഷെ ഇത് റിമോട്ട് കൺട്രോൾ വെച്ചിട്ടുള്ളൊരു വർക്ക് ചെയ്യുന്നൊരു റോബോട്ടാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഫുഡ് സ്റ്റാൾ ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമുക്കിവിടുന്ന് വാങ്ങി കഴിക്കാവുന്നതാണ്. ലൈവായിട്ട് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോയത് കുടയത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഒരു സ്റ്റാളിലേക്കാണ്. ഇത് അവർ തന്നെ നിർമ്മിച്ച കുറേ കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും വീട്ടുപകരണങ്ങളൊക്കെയാണ്. പൂർണ്ണമായിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ കരകൗശല വസ്തുക്കളാണ് ഇതൊക്കെ. ഇത് വനിതകളുടെ ഒരു സംരംഭം കൂടിയാണ്. ഇത് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് വാങ്ങാനുള്ള സൗകര്യം കൂടിയുണ്ട്. നമ്മൾ വെറുതെ കളയുന്ന ചിരട്ട കൊണ്ട് എന്ത് ഭംഗിയായിട്ടാണ് നമുക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് ISROയുടെ ഒരു എക്സിബിഷനിലേക്കാണ്. ഇത് ഇന്ത്യൻ്റെ ലോഞ്ചിങ് വെഹിക്കിൾസിൻ്റെ എവല്യൂഷൻ ആണ്. ഇത് ഫസ്റ്റ് വൺ SLV-3. അതിലാണ് നമ്മൾ രോഹിണി എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ വരുന്നതാണ് ASLV കഴിഞ്ഞതിന് ശേഷം PSLV വരുന്നു. SLV-യിൽ നമ്മളൊരു 40 കിലോ വരെയാണ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുക. ASLV-യിൽ 140 കിലോ വരെ. PSLV അതിൽ നമ്മൾ അതുവരെ നമുക്ക് സോളിഡ് ലിക്വിഡ് ഫോം ഓഫ് ഫ്യൂവൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് GSLV. അതിൽ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കംപ്രസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇതിന് ശേഷം വന്നാണ് GSLV MK3. അതിൽ നമ്മൾ 4000 മുതൽ 6000 കിലോ വരെയാണ് നമുക്കിതിൽ ക്യാരി ചെയ്യാൻ പറ്റുക. ഇതാണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ GSLV MK3. ആ വരുന്ന സമയത്ത് ഒരു ഗ്രേ കളർ പാർട്ട് കാണാം GSLV-യിലും PSLV-യിലൊക്കെ. ആ സാധനമാണ് ഇത്. ക്രിയോജനിക് പാർട്ട് എന്ന് പറയും. തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. -250°C തണുപ്പ് വരെങ്കിലും ഇതിനുണ്ടാവും. ഈ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഹൈ പ്രഷറിൽ വെച്ച് കംപ്രസ് ചെയ്ത് ലിക്വിഡ് ഫോമിലാക്കിയിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. റോക്കറ്റുകളുടെ മുകൾ ഭാഗത്തായിട്ടാണ് സാധാരണ ഇത് വെക്കാറ്. ഇനി ഇതെന്ന് പറയുമ്പോൾ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ആണ്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടുമ്പോൾ പാർട്ടായി വിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. അത് ഒഴിവാക്കാനായി ഈ ഭാഗം മാത്രം തിരിച്ച് ഭൂമിയിലേക്ക് വരുന്ന വിധത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഗ്രാവിറ്റി കൂടാനും ചൂട് കൂടി തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി മുകൾ ഭാഗത്ത് കാർബൺ എന്ന് പറഞ്ഞ മെറ്റീരിയലും പിന്നിൽ സിലിക്ക ടൈലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ അതിന് 2000°C ചൂട് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ തീ പിടിക്കാതെ അത് സേഫായി കടലിൽ വന്ന് ലാൻഡ് ചെയ്യും. ഇനി ഇതെന്ന് പറയുന്നത് ക്രൂ എസ്കേപ്പ് സിസ്റ്റം ആണ്. ആൾക്കാർ ബഹിരാകാശത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ഈ ഭാഗത്ത് ആൾക്കാരുണ്ടാവും. ഇതിന് താഴേക്ക് വേറെ റോക്കറ്റ് ഉണ്ടാവും. ഇതായിട്ട് അറ്റാച്ച് ചെയ്ത റോക്കറ്റാണ്. എന്തെങ്കിലും ഒരു അപകടം വരുന്ന സമയത്ത് ഇതായിട്ട് അറ്റാച്ച് ചെയ്ത ഈ റോക്കറ്റ് ആക്ടിവേറ്റ് ആവും. ഇതിന് താഴെയുള്ള റോക്കറ്റ് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് സേഫായി കടലിൽ വന്ന് ലാൻഡ് ചെയ്യുകയും ചെയ്യും. ഇന്ത്യയിൽ നിന്ന് ഗഗയാൻ ഈ അടുത്ത് വിട്ടില്ലായിരുന്നു 4 ആൾക്കാർ വെച്ചു. അതിന്റെ മോഡലാണിത്. അപ്പോൾ ഇതൊക്കെയാണ് കോളേജിലെ എഡ്യൂക്കേഷൻ ഫെസ്റ്റായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ. ഫെസ്റ്റിലെ ഓരോ സ്റ്റാളുകളും വളരെ ഉപകാരപ്പെട്ട തന്നെയായിരുന്നു. സ്റ്റാളിലുണ്ടായിരുന്ന ആൾക്കാർ വളരെ നന്നായിട്ട് തന്നെയാണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.